ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ചക്കക്കുരു ഇറച്ചിക്കറി വെക്കുന്ന കണ്ടാലോ. ചക്കക്കുരു തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി വെച്ച് അതിനുവേണ്ടി നമുക്ക് സവാള കുറച്ച് വേണം. സവാള നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചാണ് വെച്ചേക്കുന്നത്. ചതച്ച് വെച്ച് കുക്കറിനകത്തായിരുന്നു വെക്കുന്നത്. കുക്കർ ഗ്യാസിൽ വെച്ചു. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കറുകപ്പട്ടയും 2 ഏലക്കായൂടെ ചതച്ചിട്ട് തേങ്ങ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിനകത്തോട്ട് ജീരകം, പെരുംജീരകവും കടുകും ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ കൂടെ തന്നെ സവാള ഇടണേ. സവാള ഇട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് ഞങ്ങൾ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിനകത്തോട്ട് പെരുംജീരകവും കൂടി ഇടുന്നുണ്ട്. ജീരകം മസാല, ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ചക്കക്കുരുവും കൂടെ പറക്കിയിടണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കൂടി ഇടണം. നമ്മൾ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് ഇളക്കി കഴിഞ്ഞ് ചൂടുവെള്ളം നമ്മൾ എന്തും വേണ്ടി ചക്കക്കുരു എടുക്കുന്ന അതനുസരിച്ച് ഞങ്ങളിതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചു. എന്നിട്ട് 2 വിസിലടിച്ച് മാറ്റിക്കഴിഞ്ഞ് അതിനകത്തോട്ട് കടുക് വറുത്തൊഴിക്കണം. ഇത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ഗായ്സ്.